വരാനിരിക്കുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷനിൽ പ്രിലിംസും മെയിൻസും എക്സാമിന് ഉണ്ടാകുമോ എന്നുള്ളത് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രിലിംസ് ഉണ്ടാകുമോ, എന്നാണ് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുക. മക്കളെ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ നോക്കിയാൽ 691 ബാർ നോക്കിയാണ് മക്കളെ, 691 ബാർ 2022 കാറ്റഗറി നമ്പറിലാണ് 2022 ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അവസാനമായി വന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പൂർണ്ണമായ രൂപം. കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് പ്രകാരം ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. 35,600 മുതൽ 75,400 വരെയാണ് സാലറി. അപ്പൊ 75,000 രൂപ വരെ സാലറി ലഭ്യമാകുന്ന ഒരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുക. ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ, 31/12/2022 31/12/2022. അത് 2022 അവസാനമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആപ്ലിക്കേഷൻ 1/2/2023 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു, നേരിട്ട് തന്നെയായിരുന്നു അപ്പോയിന്റ്മെന്റ് ഉള്ളത്. സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആയിരുന്നു. ഇതിന്റെ OMR പരീക്ഷ നടന്നത് 16/12/2023 എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന കൃത്യം 1 വർഷം ആകുമ്പോഴാണ് ഇതിന്റെ എക്സാമിനേഷൻ നടത്തിയത്. അന്ന് 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം ഒറ്റ എക്സാം മാത്രം, അതായത് മെയിൻസ് എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു പരീക്ഷ മാത്രമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കാം. മക്കളെ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ് നോക്കിയേ, 5/12/2024 എന്ന് പറഞ്ഞാൽ 1 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. കാരണം മെയിൻസ് കഴിഞ്ഞ് പ്രിലിംസും കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്, റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ എല്ലാം 1 വർഷത്തെ ഗ്യാപ്പിലാണ് നടന്നിട്ടുള്ളത്. 5/12/2024 എന്ത് വന്നു, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. നിലവിൽ 60 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാണ്ട് 1.5 വർഷത്തിനടുത്ത് സമയമുണ്ട്. 2027 ഡിസംബർ മാസം 5-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പൊ 2027 ഡിസംബറോട് കൂടിയിട്ടാണ് എന്ത് വരേണ്ടത്, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോണേ, അങ്ങനെയാണെങ്കിൽ 2000 ഇതിന്റെ ഒരു സമയപരിധി വരാൻ സാധ്യതയുള്ളത് ഞാനൊന്ന് പറയുകയാണ്. 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണ് ഗസറ്റി നോട്ടിഫിക്കേഷൻ വരേണ്ടത്. 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടത്. ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം നേരത്തെ 2 വർഷം കൊണ്ടാണ് പ്രോസസ്സ് പൂർത്തിയാക്കിയത് എങ്കിൽ ഈ വർഷം 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, പ്രോസസ്സ് പൂർത്തിയാക്കണം. കാരണം 2027 ഡിസംബർ മാസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് 1 വർഷം. അപ്പം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ടഡ് 2026 നവംബർ ഡിസംബർ. ഇനി ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ എന്ത് വന്നേക്കാം, നോട്ടിഫിക്കേഷൻ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒരു സെപ്റ്റംബർ കഴിയുമ്പോൾ തൊട്ട്, സെപ്റ്റംബർ ഒക്കെ തൊട്ട് തന്നെ എന്ത് പ്രതീക്ഷിച്ചോ, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചോ, എക്സ്പെക്ട് ചെയ്തോ. കാരണം സമയം കുറവാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ഇതിന്റെ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മിനിമം മക്കളെ 2027 ജൂൺ മാസം, ജൂലൈ മാസം ഒക്കെ തന്നെ എന്ത് നടത്തേണ്ടി വരും, എക്സാമിനേഷൻ നടത്തേണ്ടി വരും. റിസൾട്ട് പ്രഖ്യാപിച്ച് ഇന്റർവ്യൂ നടത്തി എന്ത് ചെയ്യേണ്ടി വരും, മെയിൻസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇനി നമ്മുടെ മുൻപിൽ ഇപ്പൊ തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണെങ്കിൽ നമ്മുടെ മുൻപിൽ 6 മാസം മാത്രമേ പഠിക്കാൻ കാണുകയുള്ളൂ. അപ്പോൾ വളരെ വേഗം തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിന്റെ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് നോക്കിയാൽ മെയിൻ ലിസ്റ്റിൽ 254 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 257, അങ്ങനെ ആകെ ഏതാണ്ട് 511 പേരായിരുന്നു ടോട്ടൽ റാങ്ക് ലിസ്റ്റിലുള്ളത്. 63 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ആദ്യ റാങ്കിലേക്ക് എത്തിയ ആളുടെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് തന്നെ 80-85 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടെ ചേർത്താണ് ഫൈനൽ മാർക്ക് വരിക. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണേ, 63 മാർക്കാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നത്. അപ്പൊ അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ
നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രിലിംസ് താനെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത. ഒറ്റ പരീക്ഷ മാത്രമായിട്ട് നടത്താനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പൊ ഇനി സമയമില്ല, പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ധേനു ബാച്ച്, ഓക്കെ, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ഒരു ബാച്ച് ധേനു എന്ന പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി പഠിച്ചു പോകാനായിട്ട് സാധിക്കുന്ന റാങ്കാണ്. വളരെ കൃത്യമായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ ബാച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് പഠിച്ച് നിങ്ങൾ പോവുക, കൃത്യമായി എക്സാം ചെയ്യുക, കൃത്യമായി റിവിഷൻ ചെയ്യുക, ഇതിനെല്ലാം സമയം ഉണ്ടാകുന്ന രീതിയിൽ ആഴ്ചയിൽ വീക്ക്ലി 3 ദിവസം വരുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതിന്റെ എക്സാം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക്, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സും ഇതിന്റെ എക്സാമുകൾ ലഭ്യമാകും. റിവൈസ് ചെയ്യാനായിട്ട് ഞായറാഴ്ച ഒരു ദിവസവും ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് ഉണ്ടായിരിക്കും. കൃത്യമായി ചെയ്തു നോക്കാനായിട്ട് ഓരോ ടോപ്പിക്ക് കഴിയും തോറും എക്സാമുകൾ ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ഒരു മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാനായിട്ടൊരു മെന്റർ ഉണ്ടായിരിക്കും. മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും ശരി, കെമിസ്ട്രി ആണെങ്കിലും ശരി, ബോട്ടണി ആണെങ്കിലും ശരി, സുവോളജി ആണെങ്കിലും, ദെൻ മാത്സ് ആണെങ്കിലും ശരി, ദെൻ അതേപോലെ ഡയറി ഫാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും ശരി, ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. മക്കളെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ, ആപ്പിൽ കയറി പർച്ചേസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 8281223366 നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. ഉപേക്ഷ വിചാരിക്കേണ്ട, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. പഠിച്ചു തുടങ്ങിക്കോ. നല്ലൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചു നോക്കാം. താങ്ക് യു സോ മച്ച്.